കയ്യടി വലിയ വിവാദമായിട്ടുണ്ടല്ലോ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ കുറിച്ചൊക്കെ വലിയ വായിൽ സംസാരിച്ചിരുന്നവരൊക്കെ ഒരു 2 വരി പാട്ട് വരുമ്പോഴത്തേക്ക് വലിയ മതം വ്രണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. എന്താ ഇത്? ഈ പാട്ട് സത്യത്തിൽ ഒരു തവണ പാടിപ്പോയല്ല അപകടമാണ്. കാര്യം പിന്നെയും നമ്മൾ അറിയാണ്ട് പാടി പോകുന്നുണ്ട്. ആ പാടി പോകുന്നത് എന്താ പറയുക, രാഷ്ട്രീയം നോക്കിയൊന്നുമല്ല, അതിൻ്റെ റിതമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ പോലെ അവസാനിക്കുന്നതൊക്കെ ഒരേ വരിയിലാണ്. നമ്മൾ പറയില്ല, ഈ പ്രാസം ഒപ്പിച്ചുള്ള പാട്ട്, ആ പ്രാസമാണ് സത്യത്തിൽ. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഈ പാട്ട് തന്നെ നമുക്കറിയാലോ. അപ്പോൾ നാദിർ ഷാ പാടിയിട്ടുണ്ട്, മന്ത്രിയെ പയ്യപ്പോ പാടിയിട്ടുണ്ട്. കെ സുരേന്ദ്രൻ്റെ ഭയങ്കര തെരഞ്ഞെടുപ്പ് താമര കയ്യൊപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടായിരുന്നു. അപ്പോൾ ഇത് ആദ്യമായൊന്നും അല്ലല്ലോ ഇത്തരത്തിൽ, കുറേ കാലമായിട്ട്. ഇതിൻ്റെ വേറൊരു തമാശ എന്ന് വെച്ചാൽ ഇപ്പം ഡാനിഷ് പാടിയിട്ടുള്ള ഡാനിഷ്, പിന്നെ ഒരു അബ്ദുള്ള എന്ന് പറയുന്ന കക്ഷി, ഒപ്പം തന്നെ CMS മീഡിയ, പന്തല്ലൂർ സുബൈർ, ഇവരുടെയൊക്കെ പേരിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഇവർ തന്നെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര തരത്തിലുള്ള പ്രൊഫഷണൽസാണ്. അത് മാത്രമല്ല, ഇപ്പോൾ രാഷ്ട്രീയം തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട്, ജോലിയുടെ ഭാഗമായിട്ട് നമുക്കറിയാവുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. പല പാർട്ടിക്കാർക്കും പാട്ടുണ്ടാക്കി കൊടുക്കുന്നു, ഈ സമയമാവുന്ന സമയത്ത് അനൗൺസ്മെൻറ്റ് ചെയ്തു കൊടുക്കുന്നു, കലാജാതിയും തെരുവ് നാടകം ചെയ്തു കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ക്രിയേറ്റീവ് സംഗതിയെ അവർ ഈ സമയത്ത് അവരുടെ ഉപജീവനം കൂടെയാണ് ഇത്. അതല്ലാതെ ഒരാളെ പർപ്പസ്ഫുള്ളി അറ്റാക്ക് ചെയ്യണമെന്ന് കരുതിയിട്ട് പിന്നെ മതത്തിനെ വ്രണപ്പെടുത്തുന്ന രീതിയിലേക്കൊന്നും പോകുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്കറിയാം ED രാജപ്പൻ്റെ ഒക്കെ ഒരു കാലം, ഒരു 70-80കളിലൊക്കെ തകർത്തതാണ്. നമ്മളൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഇത് കേൾക്കുന്നതെങ്കിൽ പോലും ആ കാലഘട്ടങ്ങളിലൊക്കെ വലിയ രീതിയിൽ ആളുകളെ ചിരിപ്പിച്ചിരുന്നതും ചിന്തിപ്പിച്ചിരുന്നതുമായ കാര്യങ്ങളായിരുന്നു. പിന്നീട് നമ്മളുടെയൊക്കെ ഒരു സ്കൂൾ പഠിക്കുന്നതൊക്കെ ഒരു പ്രായത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് നാദിർഷയുടെയും ദിലീപിൻ്റെയൊക്കെ ആയിട്ടുള്ള കുറേ നാദിർഷയുടെ കുറേ കേസുകൾ, ദേമാവേലി മുമ്പത്ത് വരുന്നു, ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം വരുന്നു, അങ്ങനെ കുറേ കലാഭവൻ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടമൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരുന്ന സമയമൊക്കെ ഓർമ്മയിലുണ്ട്. എനിക്ക് ഇതിനകത്ത് തോന്നിയ ഒരു പ്രധാന കാര്യം, ഇത് PC വിഷ്ണുനാഥാണ് ആദ്യമായി ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രൂപത്തിൽ പാടുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ പോലും ഇങ്ങനെ പാട്ടൊക്കെ ഉണ്ടെങ്കിലും ചർച്ചയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അതായത് പാട്ട് എല്ലാവരും കേൾക്കുന്നുണ്ട്, എല്ലാ സ്ഥലത്തും പാട്ടുണ്ട്, പക്ഷേ സോഷ്യൽ മീഡിയയും ഏറ്റെടുത്തിരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഇതായിരുന്നു ക്യാമ്പയിൻ സെറ്റ് എന്ന രൂപത്തിൽ ഒരു സംഗതി വരുന്നു. PC വിഷ്ണുനാഥ് ഇത് വളരെ രസമായി പാടുന്നു. അതിനുശേഷം പിന്നീട് കോൺഗ്രസിലെ നേതാക്കന്മാർ മുഴുവൻ ഇതാണ് ക്യാമ്പയിൻ ഡിസൈൻ ചെയ്ത പാട്ടെന്ന് പറയുന്നു. അതോടുകൂടിയാണ് ഇത്, പിന്നീടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയത്തിന് ശേഷമാണ് സത്യത്തിൽ അതെല്ലാ സ്ഥലത്തും പാട്ടുണ്ട്. അതെ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതിനകത്ത് CPM സത്യം പറഞ്ഞാൽ ഇതിനകത്ത് പരിഹാസ്യനാവുകയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി കഴിഞ്ഞു, ഇനി എന്താണ് വീഴ്ച എന്നൊക്കെ പരിശോധിക്കേണ്ടതിന് പകരവും അതുമല്ല അതിനകത്തുള്ള ഏറ്റവും വലിയ അപകടം എനിക്ക് തോന്നിയത് പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറഞ്ഞ കാര്യം. ഏതൊക്കെ ഹൈന്ദവ സംഘടനകൾ ഇതിനെതിരെ പരാതി കൊടുക്കുക, അവർക്കൊക്കെ പിന്തുണ കൊടുക്കുന്നു. ഇപ്പോഴും ഇവരെവിടെയാണ് തങ്ങളുടെ സ്റ്റാൻഡ് എന്നുള്ളതിന് ഐഡിയോളജി ഇല്ലാത്ത രീതിയിലേക്ക് CPM പോയിക്കൊണ്ടിരിക്കുന്നു. അധികാരത്തിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്ന നിരവധി സംഭവങ്ങളുണ്ട്. അതിലൊന്നായിട്ടാണ് മാറി. ഇപ്പോൾ CPM ഇടപെട്ട കാര്യങ്ങൾ നമുക്കറിയാം. നമുക്ക് ഈ BBC-യുടെ ഒരു പിന്നെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഷോർട്ട് ഫിലിം എന്തോ വന്നിരുന്നു, ഒരു ഡോക്യുമെന്ററി. അന്ന് ഇവിടുത്തെ ക്യാമ്പസുകളിലെല്ലാം അത് പ്രദർശിപ്പിക്കാൻ മുൻപന്തിയിൽ നിന്നത് SFIയും DYFIയും അതിൻ്റെ CPM ഒക്കെ ആയിരുന്നു. ആനന്ദ് പട്വർദ്ധനെതിരെ നീക്കങ്ങൾ നടത്തിയ സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ അവിടെ അയാൾക്കൊപ്പം നിൽക്കാൻ അവിടെ ഇടതുപക്ഷം ഉണ്ടായിരുന്നു. അത് വലിയൊരു പ്രതീക്ഷയായിരുന്നു നമുക്ക്. പിന്നെ അങ്ങനെ എടുത്തു നോക്കിയ ഒരുപാട് വിഷയങ്ങൾ. എനിക്ക് ഏറ്റവും അവസാനം ഒരു സിനിമ ഉണ്ടല്ലോ, മാണിക്യമലരായ മൂവി എന്ന് പറഞ്ഞ പാട്ട്. ആ പാട്ട് ഇതേപോലെ ഹൈദരാബാദ് കോടതി, പിന്നെ അതിന് ഹൈദരാബാദിൽ ഒരാൾ കോടതിയെ സമീപിച്ച സമയത്ത് അന്ന് അതിനൊപ്പം നിൽക്കണം, അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ പിണറായി വിജയനാണെന്ന് മുഖ്യമന്ത്രി. അതേ ഇടതുപക്ഷമാണ് ഇപ്പോൾ ഈ ഒരു 2 വരി പാട്ടിന് വേണ്ടിയിട്ട് പരാതി കൊടുത്തിട്ടുള്ളത്. എന്താണ് ഇത്? യഥാർത്ഥത്തിൽ ഒരു കാപട്യമായിട്ടാണ് തോന്നുന്നത് ഇടതുപക്ഷത്തിൻ്റെ. ഇതിലെ വലിയ പ്രശ്നം ഇവിടെയാണ്. ഇന്നലെ ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് അധികം പോകുന്നില്ലെങ്കിൽ പോലും ഈ പൊതുവെ CPM-ന് ഒരു ആരോപണം, ഭൂരിപക്ഷ വർഗീയതയ്ക്ക് തണലാകുന്ന വിധത്തിൽ ചില ബേസ്മെൻറ്റ് ഒരുക്കി എന്നുള്ളതാണ് ന്യൂനപക്ഷ സംഘടനകൾ ഉൾപ്പെടെ CPM-നെതിരെ ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണം. ആ ആരോപണത്തിന് ഒന്നുകൂടി ബലം കൊടുക്കാവുന്ന വിധത്തിലേക്കാണ് ഈ വിഷയം മാറുക എന്നുള്ളതെങ്കിലും ഇവരുടെ മുതിർന്ന ആളുകൾ ചിന്തിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് കാര്യം. ഈ ഹൈന്ദവ സംഘടനകൾ കൊടുക്കുന്ന പരാതിക്കകത്ത് ഭാഗവാക്കാവുക, അതിനെ പിന്തുണയ്ക്കുക, CPM-ഉം പരാതി നൽകണോ എന്ന് പരിശോധിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ വിഷയമല്ലാത്ത വിഷയത്തെ അതിനേക്കാൾ വലിയ വിഷയങ്ങൾ, വികസന പദ്ധതികൾ നാടുകളിലേക്ക് എത്തിയില്ലേ, ജനങ്ങളിലേക്ക് എത്തിയില്ലേ, എന്തൊക്കെ ക്യാമ്പയിനിൽ എന്തൊക്കെയാണ് തിരിച്ചടിയായത്,
CPM-ൻ്റെ തിരുത്തേണ്ടത് ഘട്ടങ്ങളിൽ തിരുത്തും എന്ന് പറഞ്ഞ CPM ആണ് നേരെ തിരിച്ച് ഈ ഒരൊറ്റ വിഷയത്തിലേക്ക് പോകുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് പാരഡിഗാനത്തിൻ്റെ പുറകോട്ട് പോകുന്നത്. എന്ത് തിരുത്താണ്? കൂടുതൽ ആ ഒരു നിലപാടിലേക്ക് തന്നെ തങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സറ്റയർ, ഇപ്പം പൊളിറ്റിക്കൽ സറ്റയർ പരിപാടികളെല്ലാം തന്നെ നമ്മുടെ ചാനലുകൾ, ഒട്ടുമിക്ക ചാനലുകളിലും ഉണ്ട്. ഇത് എത്രയോ കാലങ്ങളായി തുടർന്നു വരുന്നതാണ്. ആരൊക്കെയോ ഒരു മാടമ്പിത്തരം, ഒരു ഇടതുപക്ഷത്തിൽ ഒരിക്കലും ഒട്ടും ഭൂഷണമല്ലാത്ത ഒരു മാടമ്പിത്തരം ആണ് യഥാർത്ഥത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമുക്കറിയാം, ന്യൂനപക്ഷങ്ങളെ എല്ലാ കാലങ്ങളിലും സംരക്ഷിച്ചിരുന്ന ഇടതുപക്ഷം തന്നെയാണ് ന്യൂനപക്ഷ വിരുദ്ധമായ നിലപാടിലേക്ക് ഒരു ഭാഗത്ത് മുസ്ലിം ലീഗിനെ പറയുന്നതിൻ്റെ മറവിൽ മുസ്ലിങ്ങളെ പറയുന്നു. അത്തരത്തിലുള്ള ചില മാടമ്പിമാരെ കാറിൽ കൊണ്ടുവന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നു. ഇപ്പോൾ അയ്യപ്പൻ്റെ പേര് പറഞ്ഞൊരു പാരഡി ഗാനത്തിന് അതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും അപകടം നിറഞ്ഞൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, അത് തയ്യാറാക്കിയിരിക്കുന്ന ആളുകളുടെ കമ്മ്യൂണിറ്റിയാണ്. അതുവരെ മിണ്ടാതിരുന്നവർ അവരുടെ കമ്മ്യൂണിറ്റി തിരയുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ്. കേരളം പോലും ഒരു അപകടകരമായ ഒരു പോളറൈസേഷനിലേക്ക് കാര്യങ്ങളെ പോകുന്ന തരത്തിലേക്ക് CPM അതിന് നേതൃത്വം നൽകുന്നു എന്നുള്ളതിലാണ് ഇതിനകത്ത് വലിയ വിമർശനമായിട്ട് നിൽക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ജനങ്ങൾക്ക് മുന്നിൽ സജീവമായുള്ള ഒരു ചർച്ചയിൽ നിന്ന് CPM ഇതിനെ എങ്ങനെയാണ് തരണം ചെയ്യുക എന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ്. ഈ വിഷയത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക എന്നുള്ളത്, അത് എനിക്ക് തോന്നുന്നു ഭാവിയിലും ഈ പറഞ്ഞ പോലെ തന്നെ സർഗാത്മകമായ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സൃഷ്ടികൾ വരുമ്പോൾ അതിനെങ്ങനെയായിരിക്കും ഭാവിയിൽ CPM മറുപടി പറയേണ്ടി വരിക എന്നുള്ള ചോദ്യം കൂടെയാണ് ഈ വിഷയം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് തോന്നുന്നത്, അല്ലേ?